കമലെത്തി 7:45 നിങ്ങൾ എന്താ പണിക്ക് വരാത്തെ? നിങ്ങൾക്ക് ഇറങ്ങിയോടെ ഇനിയിപ്പം 12:30 നമുക്ക് നിങ്ങൾക്ക് പോകണ്ടല്ലേ? പോയി മാതെടുത്തി വാ, പോയി ബോൾഡ് പറയുന്നു 7:45 പണിക്ക് പോയി വാ. ബാങ്ക് കൊടുക്കുന്നുണ്ട് കാര്യവാ. ഇപ്പം വന്നിട്ട് പറയാ പറഞ്ഞോട്ടെ, നമ്മളെ പണി നമ്മളെടുത്തിക്കില്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും കൈക്കോട്ട് ചാടി അങ്ങ് പോകുമല്ലോ. അതന്നെയല്ല ആർക്കും പണിയില്ലാത്ത 100 ഫോണ് വിളിക്കൂ, പിന്നെ അങ്ങ് പായു ഇങ്ങ് പായു, 100 മൂത്രം വയ്ക്കാൻ പോണം. അതുകൊണ്ട് ഇപ്പം ബംഗാളികളെല്ലാം പണിയും കൊണ്ടുപോയി. ഇപ്പം ആർക്കാൻ പണിയുണ്ടാ? 12 കൈക്കോട്ടങ്ങി അടിക്കറിയൂ. ഇങ്ങാടെ നിൽക്ക്, എൻ്റെ കാക്കൂത്ത കൊത്തല്ല ഫോണടിയുന്നുണ്ട്, നോക്കട്ടെ ആരാന്ന്. ഹലോ, എന്നെ വിളിച്ചേ? വേഗം പറഞ്ഞോളൂ, ബസ് ചേച്ചി ഇപ്പം വരൂ. ആയി അറിയൂ, പണിയെടുക്കുന്ന. നാളെ വരണേ. നാളെ പോവാം രാവിലെ 10 മണിക്ക്. നാളെ അങ്ങ് വരൂ. എന്നാ ശരി. നല്ലോണം ഫോണ് വിളി ഇനിയാ പരിപാടി. ആരുന്നങ്ങ പതിഞ്ഞ് നോക്കിയിട്ട് നമ്മളെയാ പറയാ, അതുകൊണ്ട് വേഗം കൊത്തിവിടാ. ഹലോ രേഷ്മയാ? നാളെ വരും ഉച്ചയ്ക്ക് ശേഷം. നീ എപ്പാ വരുവാ? കയ്യുള്ളേന്ന് വിളിക്കുന്നത് തന്നെ. നാളെ ഉച്ചയ്ക്ക് ശേഷം വരും. എന്ത് ഫോണ് വിളിയായത്? പണ്ട് തന്നെ പെണ്ണുങ്ങളെ വിളിച്ചാൽ ഫോണ് വിളി കുറയല്ലോ വെച്ചിട്ടാ. ആണുങ്ങളാകുമ്പോൾ മെനക്കെട്ട് പോകണം. ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങളെ വിളിച്ചാലെങ്കിൽ അതിന് സമാധാനം ഉണ്ടാകും. ഇതാണും പെണ്ണും എല്ലാം കണക്ക് കഴിഞ്ഞു അവിടെ. നോക്കട്ടെ ഞാൻ സമയം നോക്കാണ്ട് വന്നിക്കല്ലോ. ഈ അടിയന്തരം കോള് മാത്രമല്ല, വരുന്നെടുത്ത് അടിയന്തരമായില്ലേ? അടുത്തല്ലേ മലയിലെ, അതിന് പോണ്ടേ? 3:45 ചായ കുടിക്കുക. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ ആണുങ്ങളെ വാക്കിയാന്നല്ലോ. കൈക്കോട്ടും ജോലി വെച്ച് 2 ആളിങ്ങ് പോകുന്നു. 8 മണിക്കാണ് പണിക്കിറങ്ങി. എന്നിട്ടോ 4 മണിക്കൂർ 4.5 മണിക്കൂറാണ് പണി. ഇപ്പോൾ ഒരു 850 ഉറുപ്പ്യമായിട്ട് നിങ്ങളങ്ങ് പോവല്ലോ. ഈ ഓഫീസുകാർക്ക് വരെ 8 മണിക്കൂറാണ് പണി. നിങ്ങളല്ലേ ഇത് എവിടുന്ന് പഠിച്ച നിയമങ്ങളായതല്ലോ. ആകെ പണിയെടുക്കാനേ വിളിക്കുന്നത്, പണി മര്യാദയ്ക്ക് എടുക്കണ്ടേ വിളിച്ചാൽ?